ഹലോ നമസ്തേ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ വീഡിയോ പുതിയതായിട്ട് ആരെങ്കിലും കാണണേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂട്ടണേ. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇന്നത്തെ കുറച്ച് വീഡിയോസ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതും ഇന്നത്തെ വീഡിയോ കുറച്ച് അങ്ങനെ ആഡ് ചെയ്തിട്ട് ഇടാമെന്ന് വിചാരിച്ചു. ഇന്നലെ വെള്ളിയാഴ്ച ആണല്ലോ, ഇപ്പോൾ കമ്പനി ഒഴിവുള്ള ദിവസമാണ്, വോട്ടിൻ്റെ ഒക്കെ ഒരു ദിവസമായിരുന്നല്ലോ. അപ്പം ഇന്നത്തെ വീഡിയോ ആഡ് ചെയ്തിട്ട് അങ്ങനെ കുറച്ച് ഒരു ചെറിയ വ്ളോഗാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഒക്കെ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പിന്നെ നമ്മളെ ഷോർട്ട് വീഡിയോയിൽ ഞാൻ വീട്ടിൽ പോയ ഒരു വീഡിയോ ഞാൻ ഷോർട്ടാക്കി ഇട്ടിരുന്നു കേട്ടോ. അപ്പോൾ ചേച്ചി എന്നും വീട്ടിലാണെന്ന് ചോദിച്ചിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വീട്ടിൽ പോരുന്നില്ല. വീട്ടിൽ ഞാൻ പോകാറുണ്ട്, ഇടയ്ക്കിടയ്ക്ക് ഞാൻ വീട്ടിൽ പോകാറുണ്ട്. പക്ഷെ ഞാൻ അന്നെടുത്ത് വെച്ച വീഡിയോ പിന്നെ എന്തെങ്കിലുമൊക്കെയാവും ഇടുക. അതായത് ഇപ്പോൾ വിഷുവിനൊക്കെ എടുത്ത് വെച്ച വീഡിയോസ് ഞാനിപ്പോൾ ഇട്ടത് ഒരു 2 ദിവസം മുന്നേ കിട്ടിയിരുന്നു കേട്ടോ. 2 ദിവസം മുന്നേ കിട്ടിയിരുന്നു. അപ്പോൾ എന്നോട് അങ്ങനെയല്ല, അന്ന് ചോദിച്ചിട്ടില്ല. പക്ഷെ അങ്ങനെ ഞാൻ എടുത്ത് വെക്കും, ഷോർട്ട് വീഡിയോക്ക് വേണ്ടിയിട്ട് ഞാൻ എഡിറ്റ് ചെയ്ത് വെക്കും. പിന്നെയാണ് ഞാനത് ഷോർട്ട് വീഡിയോ ആക്കി ഇടുക. അതായത് ലോങ് വീഡിയോ ഒന്നും തീരെ ഇടാത്ത ടൈമിൽ ഞാൻ ഷോർട്ട് വീഡിയോ അങ്ങനെ എടുത്ത് വെക്കലാണ് പതിവ്. അപ്പോൾ അങ്ങനെ കാണുമ്പോൾ ഞാൻ ആ ഒരു ദിവസം ഞാൻ വീട്ടിലാണെന്ന് വിചാരിക്കട്ടോ. അതുകൊണ്ടാണ് അങ്ങനെ ചോദ്യം വരുന്നത്. ഞാൻ എന്നും വീട്ടിലാണെന്നല്ല, ഇപ്പം ഞാൻ വളർന്നതാണ്, ഞാൻ വീട്ടിൽ പോകണമെന്ന് ഞാൻ പറയുന്നുണ്ട്. ഞാൻ വീഡിയോ എടുത്ത് ഷോർട്ട് വീഡിയോ ആക്കി ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്നും വീട്ടിലാണോ, എന്നും വീട്ടിൽ പോയി നിൽക്കണമെന്ന് ചോദിച്ചിരുന്നു. കമൻറ്റ് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞാൻ എന്നും വീട്ടിലാണെന്നല്ല. ഞാൻ ഷോർട്ട് വീഡിയോ ഇതിന് മുന്നേ ഞാൻ എടുത്ത് വെച്ച വീഡിയോ, പക്ഷെ അത് അതിലെന്നെ ഞാൻ വെക്കും. പക്ഷെ അത് ഈ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നത് കുറേ കഴിഞ്ഞിട്ടാവുമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അങ്ങനെ അപ്പം എൻ്റെ ഫ്രണ്ട് ചോദിച്ചിരുന്നു എന്നാ വീട്ടിലെത്തിയെന്നൊക്കെ ചോദിച്ചിരുന്നു. ഞാൻ വീട്ടിലെന്നല്ല, അത് എന്നോ കൊടുത്ത വീഡിയോ ആണ്. അപ്പം ഞാൻ ഇപ്പോൾ കണ്ടപ്പോൾ അങ്ങനെ ഇടുന്നുള്ളൂ. അമ്മേൻ്റെ ഒപ്പം നിൽക്കുന്ന വീഡിയോ ഒക്കെയാവും ഞാൻ അധികം ഇടുന്നത് വീട്ടിൽ നിന്നൊക്കെ. അങ്ങനെ വീഡിയോ എടുക്കാൻ കിട്ടുന്നുള്ളൂ. ഏട്ടനൊന്നും കിട്ടുന്നില്ല. ഏട്ടനും ചേച്ചിയും ഒന്നും അങ്ങനെ വീഡിയോ ഒക്കെ നിന്ന് തരുന്നില്ല കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അറിയണത് കമ്പനി ഒഴിവുള്ള ദിവസത്തെ വീഡിയോ. അപ്പം എനിക്ക് കമ്പനിയിലുണ്ട് കേട്ടോ. ശനിയാഴ്ചയാണ്, ഇന്നും കമ്പനിയില്ല, നാളെ ഇല്ല. അപ്പോൾ ഒരു 3 ദിവസം ഞങ്ങൾക്ക് ഓഫാണ് കേട്ടോ. അപ്പോൾ തിങ്കളാഴ്ച മുതലേ ഉണ്ടാവുള്ളൂ കമ്പനി. പിന്നെ വീഡിയോ ഒക്കെ സപ്പോർട്ട് ചെയ്യണവർക്കൊക്കെ ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. കമൻറ്റ് ചെയ്യണവർക്ക് പ്രത്യേകിച്ച് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. പക്ഷേ എനിക്ക് കമൻറ്റിന് എന്താണെന്ന് അറിയില്ല, ഭയങ്കര സന്തോഷമാണ്. കമൻറ്റ് ഓരോ കമൻറ്റ് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. പിന്നെ നെഗറ്റീവ് കമൻറ്റ് വരും, നമുക്കൊന്നും നോക്കിയിട്ട് കാര്യമില്ലല്ലോ. ബോറടിക്കുന്നുണ്ട്, പിന്നെ വീഡിയോ എടുക്കാൻ അറിയില്ലല്ലേ, അങ്ങനെ ഓരോന്ന് വീഡിയോയിൽ പറയേണ്ടത് എന്താണെന്ന് അറിയില്ലല്ലേ, അങ്ങനെ നെഗറ്റീവ് കമൻറ്റൊക്കെ വരലുണ്ട്. ഞാനതൊന്നും വീഡിയോയിൽ അങ്ങനെ അധികം പറയില്ല. അങ്ങനെ കമൻറ്റൊക്കെ വരില്ല. കമൻറ്റിനൊക്കെ നമ്മളിങ്ങനെ റിപ്ലൈ കൊടുക്കാനും നമുക്ക് സങ്കടപ്പെട്ടിരിക്കാനും നിന്നാൽ പിന്നെ അതിന് സമയം കാണുള്ളൂ. അപ്പോൾ ഞാൻ അതൊന്നും വലിയ രീതിയിലൊന്നും ഞാൻ പറയലില്ല. അപ്പോൾ വീഡിയോ കണ്ടിട്ട് എന്താ തോന്നുന്നത്, അഭിപ്രായം എന്താ പറയേണ്ടതെന്ന് നിങ്ങളുടെ മനസ്സിൽ തോന്നുന്നത് അതുകൊണ്ട് കമൻറ്റ് ചെയ്തോളൂ. അല്ലാതെ നമുക്കിപ്പോൾ നല്ല കമൻറ്റ് തന്നെ വരണമെന്ന് പറഞ്ഞിട്ട് വാശി പിടിച്ച് വെക്കാനൊന്നും പറ്റില്ലല്ലോ. വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ തന്നെയാണ് പറയേണ്ടത്. അല്ലാതെ ഞാനിങ്ങനെ നല്ല കമൻറ്റ് മാത്രമേ വരുള്ളൂ എന്ന് പറഞ്ഞു തന്നാലും ശരിയാവില്ലല്ലോ. അപ്പോൾ എല്ലാവർക്കും ഒരേപോലത്തെ അഭിപ്രായം ആവണമെന്നില്ലല്ലോ. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കണത് വീഡിയോൻ്റെ ഇൻട്രൊഡക്ഷനൊക്കെ ഒന്ന് മാറ്റി പിടിക്കുകയെന്ന് ചോദിച്ചിരുന്നു. ഇൻട്രൊഡക്ഷൻ ഈ യൂട്യൂബിൽ വീഡിയോ ഇങ്ങനെ ചാനൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വീഡിയോയിൽ ആദ്യം ഇൻട്രൊഡക്ഷൻ കൊടുക്കുന്നതാണ് ഒരു പ്രയാസമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. ഇൻട്രൊഡക്ഷൻ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് മെയിൻ, എനിക്കതാ തോന്നിയിട്ടുള്ളത്. ഈ ഹലോ നമസ്തേന്ന് ആദ്യം ഞാൻ ഇങ്ങനെ നല്ലിരുന്നു. ഹലോ നമസ്തേയിൽ ഹായ് ഹലോ നമസ്തേ എന്നായിരുന്നു. അപ്പോൾ രാജേട്ടനാണ് പറഞ്ഞത് ഹായ് എന്നൊന്നും വേണ്ട, ഹലോ നമസ്തേ മാത്രം മതി എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഇൻട്രൊഡക്ഷനോട് മാറ്റി പിടിക്കാൻ പറഞ്ഞു. ഈ ഹലോ നമസ്തേ ആണോ അതോ വീഡിയോൻ്റെ ഇൻട്രൊഡക്ഷനാണോ എനിക്കറിയില്ല കേട്ടോ. പറയുന്നതിനൊന്ന് മാറ്റി പിടിക്കാൻ ചോദിച്ചിരുന്നു. അപ്പോൾ അതിൽ എന്താണ് മാറ്റേണ്ടത് ഒന്നും കൂടി കമൻറ്റ് ചെയ്താൽ ഞാനത് മാറ്റാൻ ശ്രമിക്കാം കേട്ടോ. പിന്നെ അപ്പോൾ അത്രയൊക്കെയുള്ളൂ. അപ്പോൾ അത്രയൊക്കെയുള്ളൂ. വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യുക.
അപ്പോൾ ഞാൻ മോർണിംഗിൽ ഞാനത് പുട്ടുണ്ടാക്കാൻ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇടയ്ക്ക് നീറ്റ് കഴിഞ്ഞ് ഫുഡൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചായക്കടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുറച്ച് പുട്ടും പൊടി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവിടെ. അപ്പോൾ പുട്ടുണ്ടാക്കാനുള്ള സാധനങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കുകയാണ്. അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. പതിവില്ലാതെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് നല്ല സുന്ദരിയാണെന്ന് ഞാൻ പറയണില്ല. അപ്പോൾ ഒരുങ്ങിയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ കുളി നേരത്തെ കഴിച്ചിട്ടോ. അപ്പോൾ തീയൊക്കെ അതാ പിടിപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാതൊക്കെ ഒന്ന് കഴുകി റെഡിയൊക്കെയാണ് കേട്ടോ. അപ്പോൾ പൊടികളൊക്കെ അത് അവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് വെള്ളം നനച്ചെടുക്കട്ടെ. അപ്പോൾ പൊടികളൊക്കെ ഒന്ന് പുതിർന്ന് കിട്ടിയിട്ട് വേണം നമുക്ക് ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ വെള്ളമൊക്കെ പാകത്തിനാക്കി ഉപ്പൊക്കെ ഇട്ടിട്ട് റെഡിയാക്കി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് പൊടികൾ കേട്ടോ. അപ്പോൾ അതൊന്നും ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ചു. നാളികേരമുണ്ട്. അപ്പോൾ എന്തുകൊണ്ടും ചായക്കടി അവിടെ അനിവാര്യമാണെന്ന് തോന്നി. അപ്പോൾ ഞാൻ അവിടെ ഉണ്ടാക്കി. എനിക്ക് രാവിലെ ചായക്കടി വേണം നിർബന്ധം. എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് വലിയ നിർബന്ധങ്ങളൊന്നുമില്ല. അങ്ങനെ ചോറിന് 4-3 കൂട്ടാൻ വേണം അങ്ങനെയൊന്നുമില്ല കേട്ടോ. കുട്ടിയോണ്ട് ഓണം പോലെ ആ ഒരു രീതിക്ക് പോണ ആളാണ് കേട്ടോ ഞാൻ. ഒരാൾക്ക് ഒരു കാര്യം താല്പര്യമില്ല എന്ന് പറഞ്ഞാൽ പിന്നെ ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ വാശി പിടിച്ച് അതൊന്നും എനിക്കൊന്നും അതിന് വലിയ താല്പര്യമില്ല കേട്ടോ. അങ്ങനെ വലിയ ഒരാൾക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞാൽ പിന്നെ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ പിന്തുണച്ച് നടക്കുക അതിനൊന്നും എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഇല്ല കേട്ടോ. അപ്പോൾ അതാ ഞാനിവിടെ പുട്ടുകല്ല് നാളികേരം പിന്നെ പൊടി നാളികേരം പൊടി അങ്ങനെ മാറ്റി മറിച്ച് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതാ കുളിയൊക്കെ കഴിഞ്ഞപ്പോൾ എനിക്ക് തന്നെ ഒരു എനർജി കേട്ടോ. സത്യം പറഞ്ഞാൽ രാവിലെ കുളിക്കുന്ന എന്തുകൊണ്ട് ഒരു ഐശ്വര്യം നല്ലതാണ് രാവിലെ കുളിച്ചിട്ടൊക്കെ അടുക്കളയിൽ കയറണത്. എന്നോട് ചോദിച്ചിരുന്നുണ്ടോ അടുക്കളയിൽ കയറണ കുളി കഴിഞ്ഞിട്ടൊന്നല്ലേന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു അല്ല, ഏകദേശം ചില ദിവസങ്ങളിൽ കുളിച്ചിട്ട് അടുക്കളയിൽ കയറും, അല്ലെങ്കിൽ അടുക്കളത്തെ പണികളൊക്കെ കഴിഞ്ഞിട്ട് കുളിക്കും. അങ്ങനെ രണ്ടും തല തിരിച്ചിട്ടൊക്കെ നടക്കലുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ രാജേട്ടൻ വന്നിരുന്നപ്പോൾ രാജേട്ടൻ ഷർട്ട് ഇട്ടിട്ടില്ല. രാവിലത്തെ വേഷം അറിയാമല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു ഷർട്ട് ഇടാതെ വീഡിയോയിൽ നിൽക്കാം. അങ്ങനെ നാളികേരമൊക്കെ പൊട്ടിച്ചെടുത്ത് തേങ്ങയൊക്കെ ചിരകി ചിരട്ട പൊട്ടാളൊക്കെ ഒരു സൈഡ് ഭാഗമൊക്കെ പൊട്ടിപ്പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാണ് ഞാൻ കയ്യെ പിടിച്ച് കൊണ്ടുവന്നത്. പിന്നെന്താ ചെയ്യണ്ടേ? ഇതിനെന്താ ഇംഗ്ലീഷ് പറയാ? അതാ ഇംഗ്ലീഷ് പറയാ? ഇതൊക്കെ കേടാണടി. ഇത് കേടാണ് അതിന്. വേറെ ഞാനത് ആ പുട്ടൊക്കെ റെഡി ആയിട്ടുണ്ട്. പിന്നെ കുറച്ച് പൊടി ബാലൻസ് ഉണ്ടായിരുന്നു കേട്ടോ. നാളികേരം കുറച്ച് ബാലൻസ് ഉണ്ട്. മധുരോ പെട്ടരോ വേറെ അങ്ങനെ പുട്ടും കൂട്ടി ചായ കുടിച്ചതിന് ശേഷം ഞാൻ കറിക്കുള്ളതൊക്കെ ഒന്ന് റെഡിയാക്കാമെന്ന് വിചാരിച്ചപ്പോൾ കുമ്പളങ്ങയാണ് കറി ഉണ്ടാക്കുന്നത് കേട്ടോ. അതൊക്കെ ഒന്ന് അരച്ചിട്ട് എനിക്ക് അവിടെ വെക്കാനേ നേരം കിട്ടിയിട്ടില്ല. പിന്നെ ഞാൻ വോട്ട് ചെയ്യാൻ കേട്ടോ. പെട്ടെന്ന് ഒരു വിളിച്ചതേന്ന്. അപ്പോൾ പെട്ടെന്ന് തിരക്കേന്നുണ്ട്, ഭയങ്കര തിരക്കേന്നു. സ്കൂളിൽ വെച്ചിട്ടായിരുന്നു വോട്ടിങ്. അപ്പോൾ വോട്ടൊക്കെ ചെയ്ത് കണ്ടോ ഞാൻ 2 മണിക്കൂറോളം അവിടെ നിന്നിട്ടുണ്ട്. 11:30 പോയിട്ട് 1:17 ആയപ്പോഴാണ് ഞാനിവിടെ
മുഖമൊക്കെ കണ്ടില്ലേ, വിശപ്പിൻ്റെ ഒരു അസുഖം ഉണ്ടായതുകൊണ്ട് മുഖമൊക്കെ ആകെപ്പാടെ എന്തൊക്കെയോ പോലെ ആയിട്ടുണ്ട്. വിശക്കണമുണ്ട്. അതിൻ്റെ ഇടയിൽ അങ്ങനെ വീട്ടിലൊക്കെ എത്തി. കുറച്ച് കഴിഞ്ഞ് വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യാൻ പോയതിന് ശേഷം എന്താ ഞാൻ ചായ ഉണ്ടാക്കി. പിന്നെ ഞാൻ ഉള്ളി തക്കാളി വാട്ടാന്ന് വിചാരിച്ചു. രാവിലെ ഉണ്ടാക്കി കറി ഉണ്ട് കേട്ടോ അവിടെ. അപ്പോൾ അങ്ങനെതാ ഞാൻ സന്ധ്യയായപ്പോൾ എൻ്റെ കുളിയൊക്കെ ഇതിൻ്റെ മുന്നേ നേരത്തെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞാൻ നേരത്തെ കുളിച്ചിട്ടുണ്ട്. മേലയിലും കാര്യങ്ങളൊക്കെ ഞാൻ എഡിറ്റ് ചെയ്ത് അപ്പം തന്നെ ഞാൻ മേലയിലും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഒന്ന് നേരത്തെ അപ്ലോഡ് ചെയ്യണമെന്നുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എല്ലാം പെട്ടെന്ന് തീർത്തതാണ് കേട്ടോ. അപ്പോൾ ഇതാ വിളക്കാട്ടി. അപ്പോൾ വിളക്ക് വെച്ചു എന്നൊക്കെയാണ് കേട്ടോ എല്ലായിടത്തും പറയുമോ, സന്ധ്യക്ക് വിളക്ക് വെക്കുക എന്നൊക്കെ. ഇവിടെ വിളക്ക് കാട്ടിയെന്നൊക്കെ ഉണ്ടോ പറയുക. എല്ലാവർക്കും മനസ്സിലായി കൊള്ളണമെന്നില്ല. അപ്പം ഇങ്ങനെയൊക്കെയാണ് പറയൽ, ഭാഷകളിൽ വ്യത്യാസം ഉണ്ടാവും കേട്ടോ. അങ്ങനെ വിളക്കാട്ടിയതിന് ശേഷം ഞാനും കുറച്ച് അവിടെ ഉള്ളി തക്കാളിയൊക്കെ അരിഞ്ഞ് വെച്ചതും പിന്നെ കുറച്ച് അടിച്ചു വരാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതാ ഉള്ളിയും തക്കാളിയൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അടിച്ചു വരാനുണ്ടായിരുന്നു. അപ്പോൾ ഈ വീഡിയോൻ്റെ മുന്നിൽ കണ്ട ഇൻട്രഡക്ഷൻ കൊടുത്ത വീഡിയോ ഉണ്ടല്ലോ, അത് എത്രാമത്തെ ടേക്കാണെന്നൊന്നും പോലും എനിക്കറിയില്ല. ആദ്യം വീഡിയോ എടുക്കണമെന്നും ശരിയാവില്ല, പിന്നെ എടുക്കണതേ ശരിയാവുള്ളൂ. അപ്പോൾ 2 ദിവസത്തെ വീഡിയോ ആണ്. ഒന്ന് വെള്ളിയാഴ്ചത്തും പിന്നെ ശനിയാഴ്ചത്തെ പകുതി വീഡിയോസ് അങ്ങനെയൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള വ്ളോഗാണ് കേട്ടത്. അങ്ങനെ അതാ രാവിലെ പൈപ്പിൽ വെള്ളമൊക്കെ വന്നിരുന്നുണ്ട്. അപ്പോൾ ഞാൻ വെള്ളമൊക്കെ ഒന്ന് പിടിച്ച് വെക്കാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ രാവിലെ തന്നെ ആയതുകൊണ്ട് എനർജിക്കൊക്കെ കുറച്ച് കുറവുണ്ട് കേട്ടോ. അപ്പോൾ ഉറങ്ങി എണീറ്റേൻ്റെ ക്ഷീണമോ കുളിയും കാര്യങ്ങളൊന്നും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ വെള്ളമൊക്കെ ഒന്ന് എടുത്ത് വെക്കുകയാണ് കേട്ടോ. ഇപ്പോൾ വെള്ളമൊക്കെ എടുത്ത് വെച്ചതിന് ശേഷം ഞാനും ഈ അലക്ക് കല്ലുമ്മ പറ്റി പിടിച്ച് നിൽക്കുന്ന അഴുക്കുകളൊക്കെ ഉണ്ടാവില്ല, അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി കളയാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ ഒരു ചൂല് കൊണ്ടൊന്നും പോയിട്ടില്ല കേട്ടോ. അങ്ങനെ എന്നാലും കുറച്ചൊക്കെ പോയിട്ടുണ്ട്. പക്ഷേ എല്ലാതും കൂടിയും കഴുകി കളഞ്ഞപ്പോൾ കുറച്ചൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇങ്ങനത്തെ ചൂലൊന്നും ഇതിന് പറ്റില്ല കേട്ടോ. അതിന് വേറെ ചെറിയ ചൂലുണ്ടാവും. നല്ല ചൂല്, അതായത് കുറച്ച് കട്ടിയൊക്കെ ഉള്ള ചൂല് ഇങ്ങനെ എടുത്താണ്ട് ഇങ്ങനെ ഇതാക്കി പെട്ടെന്ന് കിട്ടും. അപ്പോൾ പൈപ്പത്തെ വെള്ളം കഴിയുമ്പോഴത്തേന് വേഗം ഒന്ന് ക്ലിയർ ആക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒരു എളുപ്പപ്പണി ചെയ്തതാണ്. അപ്പോൾ എന്നാലും ഞാൻ അഴുക്ക് കുറേയൊക്കെ കളഞ്ഞിട്ടുണ്ട് അവിടുന്ന്. പിന്നെ അതാ ഈ പാത്രങ്ങളോടത്ത് വെണ്ണീരൊക്കെ ഉണ്ടായിരുന്നു. വെണ്ണീരും അപ്പോൾ അവിടെ കുറേ വേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇലകളും പിന്നെ മേലെ കാണുന്നത് ചെടികളും ചെമ്പരത്തി പൂവിൻ്റെ ഇലകളോ എല്ലതും അവിടെ ചാടി കിടക്കുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ആദ്യം ഒന്ന് വെള്ളം കൊണ്ട് തേകി കളഞ്ഞിട്ട് പിന്നെ ഒന്ന് അടിച്ചു വാരിയിട്ട് പിന്നെ ഒന്ന് വെള്ളം കൊണ്ട് അടിച്ച് ഇങ്ങനെ ലെവലാക്കി കൊണ്ടുപോവുക കേട്ടോ ചെയ്തത്. പിന്നെ അതാ ഇവിടെ വിറക് വെക്കണതിൻ്റെ അപ്പുറത്തും കുറച്ചൊന്ന് പൊടികളും ചെളികളൊക്കെ ആയിട്ട് കിടക്കുന്നു കേട്ടോ. ഇത് എല്ലാ ദിവസമൊന്നും ഇങ്ങനെ ക്ലീൻ ചെയ്യില്ല കേട്ടോ. എനിക്ക് പറ്റണമെന്നൊക്കെ ഞാൻ ക്ലീൻ ചെയ്യലുണ്ട് കേട്ടോ. ഈ കമ്പനി ഇല്ലാത്ത ദിവസമൊക്കെ ഇത് നടക്കുകയുള്ളൂ. അപ്പോൾ എന്നും ഇത് ക്ലീൻ ആക്കാൻ നിന്നാൽ ശരിയാവില്ല. ക്ലീൻ ആക്കുമ്പോൾ അതിനനുസരിച്ചിട്ട് നിൽക്കണ്ടേ, പൈപ്പിൽ വെള്ളം ഉണ്ടാകുമ്പോൾ ഒക്കെ സംഭവം നല്ല രീതിക്ക് വെള്ളമൊക്കെ അനുസരിച്ചിട്ട് അങ്ങനെ ലെവലാക്കി നമുക്ക് ചളിയും കളയാം, അവിടുത്തെ വേസ്റ്റും കാര്യങ്ങളൊക്കെ മാറ്റുകയും ചെയ്യാം. അപ്പം ആ ക്ലീനും പരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം കോവക്കുപ്പേരി ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ കോവക്കുപ്പേരിക്ക് വേണ്ടതൊക്കെ അരിഞ്ഞിട്ട് റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചട്ടിയൊക്കെ അടുപ്പത്ത് വെക്കാൻ നിൽക്കണം കേട്ടോ. അപ്പോൾ തീയൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാമല്ലോ എന്ന് വിചാരിച്ചു. തീ കത്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കനലുണ്ട്, അതിലങ്ങനെ കടന്ന് വെന്തോളും. പിന്നെ ആ ഒരു നേരം കൊണ്ട് മീനൊക്കെ ഒന്ന് നന്നാക്കി എടുക്കാമല്ലോ എന്ന് വിചാരിച്ചു. തൊലി കളഞ്ഞെടുക്കാമല്ലോ, ഉണക്കൽ മീനാണ്. അപ്പോൾ തൊലി കളഞ്ഞെടുക്കാമല്ലോ എന്ന് വിചാരിച്ചു. തീ കത്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെ അവിടെ എണ്ണയൊക്കെ പാർന്ന് ചൂടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അവിടെയൊക്കെ ഒന്ന് തുടച്ച് ക്ലീൻ ആക്കുന്നുണ്ട്. ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ നല്ല രീതിക്ക് ഇങ്ങനെ നിൽക്കണം കേട്ടോ. അപ്പോൾ ഉപ്പേരിയൊക്കെ അടുപ്പത്ത് വെക്കാൻ നിൽക്കണം. പിന്നെ മീനൊക്കെ പൊരിച്ചെടുക്കാനുണ്ട്. അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. പിന്നെ ഞാൻ കറി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ പണികളൊക്കെ ഏകദേശം തീരാറായിട്ടോ. ആ ഒരു നേരമാകുമ്പോൾ എന്താ അറിയില്ല, ഭയങ്കര സന്തോഷമാണ് പണികളൊക്കെ തീരാനാകുമ്പോൾ അല്ലേ. അടുക്കളപ്പണി പ്രത്യേകിച്ച്. ഞാനതാ ഗ്യാസൊക്കെ ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട്. പിന്നെ ഉപ്പേരിയൊക്കെ അവിടെ കടുകൊക്കെ ഇട്ട് റെഡി. അങ്ങനെ തീയൊക്കെ നല്ലോണം കത്തിച്ചിട്ടുണ്ടോ, കത്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്നിട്ട് തീയൊക്കെ നല്ല രീതിയിൽ കത്തി കൊണ്ടിരിക്കുന്നുണ്ട്.
അപ്പോൾ ഞാൻ അവിടെ കുറച്ച് പൊടികളും പിന്നെ അവിടെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവിടെ കോവക്കൻ്റെ ബാക്കിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് അവിടുന്ന് തുടച്ച് മാറ്റിയതാണ്. പിന്നെ അത് അവിടെ താഴത്തുനിന്ന് തണുത്ത വെള്ളത്തിന് പോയതാണ്. അത് ഭയങ്കര ചൂടല്ലേ, അപ്പോൾ കുറച്ച് തണുത്ത വെള്ളം കുപ്പിയിലാക്കി വെച്ചിട്ട് അങ്ങനെ കുടിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ അങ്ങനെ ചെയ്യില്ല കേട്ടോ, കുപ്പിയിൽ വെള്ളമാക്കി വെക്കും എന്നിട്ട് അത് കുടിക്കും. അങ്ങനെയാകുമ്പോൾ കുഴപ്പമില്ല, ചൂടുവെള്ളം കുടിക്കണ്ടല്ലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കും. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു.